ഇന്ത്യ പോസ്റ്റ് GDS കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആദ്യമൊന്ന് കാണിക്കുന്നത്. ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും കൃത്യമായി കൊടുത്ത് OTP വാലിഡേറ്റ് ചെയ്തതിന് ശേഷം നെയിം കൃത്യമായി കറക്റ്റായി ടൈപ്പ് ചെയ്യുക, ഗാർഡിയൻ നെയിം കറക്റ്റായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം ഏത് കാസ്റ്റാണ് എന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് സർക്കിളിൽ വരുന്നു, അതിനോടൊപ്പം തന്നെ ഏത് വർഷത്തിലാണ് നമ്മൾ പാസ്സായത്, ഇത്രയും ഡീറ്റെയിൽസുകൾ കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഏറ്റവും മുകളിലായിട്ട് വരും. നമ്മൾ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസുകൾ പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ കാണാവുന്നതാണ്. തൊട്ട് താഴെയുള്ള പേജിൻ്റെ ഡീറ്റെയിൽസിലാണ് നമ്മൾ ചെയ്യാൻ. ആധാർ ഡീറ്റെയിൽസ് ആണ് ഈ ബോക്സിൽ കൊടുക്കാനുള്ളത്. നമ്മുടെ ആധാർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പോലെ ആധാർ നമ്പർ കൊടുക്കുന്നതേ ഉള്ളൂ. ആധാർ കൃത്യമായി കൊടുക്കുക. അതിനുശേഷം എന്താണെന്നുള്ള ഡീറ്റെയിൽസുകൾ വായിച്ച് നോക്കി ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുക. അതായത് ഡിസേബിലിറ്റി ഉണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ലാത്തവരാണെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി നമ്മൾ വർക്കിംഗ് ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളുണ്ട്. എംപ്ലോയിഡ് ആണെങ്കിൽ എസ് എന്നും, എംപ്ലോയിഡ് അല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക. എസ് ആണെങ്കിൽ മാത്രമേ NOC ഡീറ്റെയിൽസിൻ്റെ ആവശ്യമുള്ളൂ. തൊട്ടുമുകളിൽ ലാംഗ്വേജ് ഓപ്ഷനുണ്ട്. നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് ആ കോളത്തിൽ നിന്നും സെലക്ഷൻ ചെയ്ത് ഓക്കെ കൊടുക്കേണ്ടതാണ്. ഇനി തൊട്ട് താഴെയുള്ളത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഇവിടെ കറക്റ്റായിട്ട് ഫോട്ടോയുടെ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരമാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കാനുള്ളത് ഫോട്ടോ 50 KB ഉള്ളിലും സിഗ്നേച്ചർ 20 KB ഉള്ളിലും മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഫോട്ടോയും സിഗ്നേച്ചറും മൊബൈലിൽ തന്നെ ഉള്ളവർക്ക് മൊബൈൽ വഴി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കാനുള്ളത് ഫോട്ടോ 50 KB താഴെയും സിഗ്നേച്ചർ 20 KB താഴെയായിരിക്കണം. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലോട്ടായിരിക്കും നമ്മൾ വരുന്നത്. നമ്മുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒരു OTP വരും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ബോക്സിലേക്കായിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസുകൾ ഏറ്റവും ടോപ്പിൽ തന്നെ കാണും. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും രണ്ടും സെയിം ആയിട്ടുള്ളവർ ഒരു കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് മുകളിലായി സെയിം ആസ് എന്ന് പറയുന്നൊരു ടിക്ക് മാർക്ക് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് അഡ്രസ്സിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം അതേപോലെ തന്നെ വരുന്നതാണ്. അല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ വരുന്നത് ക്വാളിഫിക്കേഷൻ്റെ ബോക്സ് ആണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഇയർ ഓഫ് പാസിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഇയർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ സെലക്ഷൻ ചെയ്യേണ്ടത് നമ്മൾ ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് പഠിച്ചത്. അതായത് കേരള സ്റ്റേറ്റ് ആണോ, CBSE ആണോ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണോ, അതിനുള്ളത് നോക്കി സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് കേരള SSLC ഫ്രം 2007 to 12 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 2011 ആണ്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ബേസിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ 50 ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ വരുന്നത് ഫ്രം 2050 എന്നോ അല്ലെങ്കിൽ 2012 എന്നോ അങ്ങനെയായിരിക്കും. അതിനനുസരിച്ച് നോക്കി ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഞാൻ കൊടുത്ത ഇയർ അനുസരിച്ച് വരുന്നത്. ആ ഗ്രേഡിംഗ് സിസ്റ്റം നോക്കി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ സൈഡിൽ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കറക്റ്റായി ഓരോ സബ്ജക്റ്റുകളുടെയും ഗ്രേഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിഫറൻസ് കോളമാണ്. പേയ്മെൻ്റ് ഉള്ളവർക്ക് ഇതിനിടയിൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൂടി വരും. ഇത് പേയ്മെൻ്റ് ഇല്ലാത്ത ഓപ്ഷനാണ്, അതുകൊണ്ടാണ് പേയ്മെൻറ്റ് കാണിക്കാത്തത്. അത് കഴിയുമ്പോൾ നേരെ വരുന്ന പ്രിഫറൻസിലോട്ടായിരിക്കും. പ്രിഫറൻസിൽ നിന്ന് നമുക്ക് ഏതാണോ ഡിസ്ട്രിക്റ്റ് വേണ്ടത് അതനുസരിച്ച് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ട്രിവാൻഡ്രോണ് കൊടുത്ത് സൗത്തും നോർത്തും വരുന്നുണ്ട്. അതിൽ നിന്ന് ഓരോ പ്രിഫറൻസ് ലിസ്റ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. 1, 2, 3 ലിസ്റ്റിട്ട് നമുക്ക് ഏതാണ് വേണ്ടത് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഒരു ഡിക്ലറേഷൻ വരും. അതിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ്. അത് കഴിയുമ്പോൾ മുകളിൽ സബ്മിറ്റായി എന്ന ഒരു ഡീറ്റെയിൽസ് വരുന്നതാണ്. അതിനുശേഷം വരുന്ന പേജാണിത്. നമ്മൾ ചെയ്ത ഡീറ്റെയിൽസുകളുടെ ഒരു പ്രിൻ്റ് ഔട്ടാണിത്. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രിഫറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. ലാസ്റ്റ് പ്രിൻ്റ് ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ PDF ആയി സൂക്ഷിക്കാവുന്ന